ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാലക്ക് പക്കോടയാണ്. അതിന് വേണ്ടത് 1 കപ്പ് പാലക്ക്, 1 ഉരുളൻകിഴങ്ങ് അരിഞ്ഞു വെച്ചതാണ്, 1 സബോള അരിഞ്ഞതാണ്, കുറച്ച് മല്ലിയിലയാണ്, 1/2 ടീസ്പൂണ് അജുവൻ, 1/2 ടീസ്പൂണ് ജീരകം ചതച്ചത്, 1/2 സ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1 നുള്ള് സോഡപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, 2 കപ്പ് കടലമാവ്. ഇനി നമ്മൾക്ക് ഇത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോണസ് ടിപ്പ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കാണുക. നന്നായി മിക്സാക്കി എടുക്കാം. വെള്ളം നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് 5 മിനിറ്റ് നേരം വയ്ക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കാൻ വേണ്ടി ചട്ടി ചൂടാക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലൊരു പക്കോടയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഇനി നമുക്ക് പതുക്കെ മറച്ചിട്ട് കൊടുക്കാം. നമുക്കിനി പക്കോട ഇതിൽ നിന്നും കോരി സർവ് പ്ലേറ്റിലേക്ക് ഇടാം. സ്റ്റവ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മളുടെ കിടിലൻ പാലക്ക് പക്കോട തയ്യാറായിരിക്കുന്നു. ചട്നി ഉണ്ടാക്കുന്ന വിധം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് 1 കപ്പ് ഉഴുന്നാണ്. അത് 2 മണിക്കൂർ നേരം കുതിർത്തി നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വച്ചിരിക്കുന്നതാണ്. വടക്കുള്ളതാണ്, ഉഴുന്ന് വട. നമ്മുടെ മാവ് അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് 2 പച്ചമുളക് കട്ട് ചെയ്ത്, 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, കുറച്ച് വേപ്പില, 5 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ച്, 1/4 ടീസ്പൂണ് ഉപ്പ്. ഇനി നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കാം. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ മതി നമുക്ക് വടയുണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കുഴച്ച് കഴിയും. ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിൽ കൈയൊന്ന് നനച്ച് അതിനെ ഇങ്ങനെ ഉണ്ടയാക്കി
ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളത്തിൽ കൈ നനച്ചു നമ്മളിങ്ങനെ ഇതിനെ ഉണ്ടയാക്കി നമ്മൾ പതുക്കേനെ ഇതിനൊന്ന് വിരലമർത്തി കൊടുക്കണം. വെള്ളത്തിൽ മുക്കുന്നത് നമുക്ക് കൈമോ ഇത് പിടിക്കാണ്ടിരിക്കാനും നല്ല പോലെ ഇതേമാതിരി ആവാനും വേണ്ടിയാണ്. നമ്മൾ നല്ല പോലെ ചോക്കുന്ന വരെ മറിച്ചിട്ട് വേവിക്കാം. ഇത് നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതേമാതിരി വടയൊക്കെ ഉണ്ടാക്കി ചട്നിയുടെ കൂടെ സോസിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇതിനെ നമുക്ക് പതുക്കെ തന്നെ മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചൂട് വട റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ബോണസ് ടിപ്പ് ഇതാ. നമ്മൾ കുഴച്ച് വെച്ച് 5 മിനിറ്റിൽ കൂടുതൽ വയ്ക്കരുത്, അത് വെള്ളമായി പോവും. പിന്നെ നമ്മൾ ഓയിലിൽ വറുത്തെടുത്താലും അധികം ഓയിൽ വലിക്കില്ല. ഈ പക്കുവടയുടെ കൂടെ ഞാൻ പുതിന ചട്നി കൊടുത്തിട്ടുണ്ട്. ഈ ചട്നി കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമാണ്. ഈ ചട്നിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് അരയ്ക്കണം, അല്ലെങ്കിൽ വെള്ളം കൂടിയാൽ ലൂസായി പോകും. പിന്നെ നമ്മൾ കൈ നനച്ച് വേണം മാവെടുത്ത് ഉരുട്ടി ഓളാക്കി എണ്ണയിലേക്ക് ഇടാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.